അമട്ട് ഈ മഴക്കാല രോഗങ്ങളെല്ലാം കൂടിയതോടെ നമ്മൾ വല്ലപ്പോഴുമൊക്കെ മരുന്ന് മേടിച്ചു കൊടുത്തുകൊണ്ടിരുന്നവർ കൂട്ടത്തോടെ 56 പേരുടെ അപേക്ഷയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വിവിധ ആശുപത്രികളിലായിട്ട് അഡ്മിറ്റ് ആയിട്ടുള്ളത്. പെൻഷൻ കിട്ടാത്തതുകൊണ്ട് അവരെല്ലാം വലിയ ബുദ്ധിമുട്ടിലാണ്. അപ്പം മരുന്ന് നമ്മൾ മേടിച്ച് കൊടുത്തേ പറ്റുള്ളൂ. ആശുപത്രി ബില്ല് തീർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫണ്ട് പൂർണ്ണമായിട്ട് തീർന്നു. ഇനിയിപ്പോൾ എന്താണ് ഒരു പോംവഴി പ്രസിഡന്റ്? ഇപ്പോൾ പോംവഴി മറ്റൊന്നുമില്ല. നമ്മൾ സാധാരണ സമീപിക്കുന്ന ആൾക്കാർ, അതായത് നനഞ്ഞിടം വീണ്ടും കുടിക്കുക, അതല്ലാതെ വേറെ മാർഗമൊന്നും കാണുന്നില്ല. വീണ്ടും അതേ ആൾക്കാരെ തന്നെ ബുദ്ധിമുട്ടിക്കണമെന്നുള്ള ഒരു വിഷമേ നമുക്കും ഉള്ളൂ. അത് ശരിയാണ്. പക്ഷേ സർക്കാരിൻ്റെ പെൻഷനൊന്നും വരാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ട്. 6 മാസമായിട്ട് പെൻഷൻ ഇല്ല എന്നുള്ളതിന്റെ പേരിൽ ഒരു വിഷമമുണ്ട്. ബുദ്ധിമുട്ടുന്നത്. പെൻഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഒരു അംഗപരിമിതിയായ ഒരു കുട്ടി, അതിന് 1 വർഷമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല. കാരണം എന്താന്ന് അന്വേഷിച്ചപ്പം അവര് ബാങ്കിലേക്കായിരുന്നു വന്നോണ്ടിരുന്നത്, പൈസ വന്നിരുന്നത്. അത് ലാസ്റ്റ് കൊച്ചിനെ ആശുപത്രിയിൽ കൊണ്ടുവന്ന നേരത്ത് നോക്കുമ്പം പൈസ അവിടെ ഇല്ല. അത് അന്വേഷിച്ചപ്പം പഞ്ച് ചെയ്യാഞ്ഞിട്ടാന്ന് പറഞ്ഞു. മസ്റ്ററിങ് ലാസ്റ്റ് അതിപ്പം അവര് ചെയ്തിട്ടുണ്ട്. ഇനി മുതലുള്ളത് കിട്ടും, 1 കൊല്ലത്തെ കിട്ടുകയാണ്. ഇങ്ങനെയൊക്കെ വന്നാൽ എന്നാ ചെയ്യാൻ പറ്റും? പാവപ്പെട്ടവന്റെ അവകാശത്തെ പോലും അവര് ചൂഷണം ചെയ്ത് വേറൊരു രീതിയിലാണ്. ആവശ്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ശരിയാണ്. ഇപ്പൊ പറഞ്ഞാലേ ഈ വൃദ്ധരുടെ കാര്യം മാത്രമല്ല, സാധാരണക്കാരെല്ലാം ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ സജി തന്നെ ഒരു ബില്ലും വെച്ചോണ്ട് കരഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന അതല്ല. എങ്ങനത്തെ എനിക്ക് മനസ്സിലാകാത്തത്, നമ്മൾ ഉപയോഗിക്കുന്ന എനർജിക്ക് നമ്മൾ കാശ് കൊടുക്കുക KSEBിക്ക്. അല്ലാതെ ഇത് അതിന്റെ ഇരട്ടി, ഇത് കൂട്ടി വരുമ്പോ ഇരട്ടിയായി വരുന്നു. അതെങ്ങനെ നമ്മൾ സഹിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനർജി ചാർജിന്റെ ഇരട്ടിയാണ് മറ്റു പല ചാർജുകൾ കൂട്ടിട്ട് വരുന്നത്. കാരണം നമുക്ക് താങ്ങാൻ പറ്റുന്നല്ലത്. കറണ്ടിന്റെ കാര്യം ഭയങ്കര തന്നെ കേട്ടോ. കറണ്ട് മാത്രമല്ല, ഒരുപാട് വിഷയങ്ങളുണ്ട്, എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ഈ അടുത്ത് ഞാൻ നമ്മളൊരു സോളാർ വെച്ചു, ഭയങ്കര ലാഭമാണെന്ന് പറഞ്ഞിട്ടാ. നമ്മൾ 1 പൈസ അടക്കണ്ട, ഗവൺമെന്റ് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നോക്കുമ്പോ അത് ആകെ പുലിവാലായി. പൈസ വല്ലതും കുറയുന്നുണ്ടോ? എന്തെങ്കിലും മീറ്റർ ചാട് അത് ഇതെന്നും പറഞ്ഞിട്ട് നമുക്ക് ഒന്നും തിരിയുന്നില്ല. നിങ്ങൾ പ്രൈം ടൈമിലായിരിക്കും നിങ്ങൾ കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്നത് അല്ലേ? അത് വലിയ വിവരമുള്ളവർക്കല്ലേ അറിയാം. നമ്മൾ ഈ പാവങ്ങൾക്ക് എന്താ ഇപ്പൊ സർക്കാർ പറയുന്ന ഒരു ഇത് കാര്യമാണ്. അതായത് നമ്മൾ പകലുണ്ടാക്കി കൊടുക്കുന്ന കറണ്ടിന് വിലയില്ല. ആ കറണ്ട്, അതായത് ഈ കലക്കവെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന മറ്റേ കറണ്ട് ക്വാളിറ്റി കുറഞ്ഞതും നല്ല തെളിഞ്ഞ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്ന പോലത്തെ ഒരു ഉടായ്പ വർത്തമാനമാണത്. അല്ല, ഞാൻ ചോദിക്കട്ടെ പക്ഷേ, ഈ സോളാർ പാനൽ നമ്മൾ തന്നെ പണം മുടക്കി, നമ്മൾ തന്നെ സബ്സിഡി എടുക്കും അല്ലേ? സബ്സിഡി ചെയ്ത് നമ്മൾ നമ്മുടെ സ്വന്തം കറണ്ട് സൂര്യപ്രകാശം നമ്മൾ ഉത്പാദിപ്പിക്കുന്നു. ഇതിനെന്തിനാ ഇലക്ട്രിസിറ്റി ബോർഡ് പൈസ കൊടുക്കേണ്ട ആവശ്യം? അത് എനിക്ക് മനസ്സിലാകത്തില്ല. അത് പകല് ഉപയോഗിക്കുന്ന കറണ്ട് നമ്മൾ ബാറ്ററി വെച്ച് സ്റ്റോർ ചെയ്തിട്ട് ഓഫ് ഗ്രിഡ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റേ കറണ്ട് കണക്ഷനേ വേണ്ട. അതേസമയം ഇത് ബാറ്ററി വെക്കാതെ പാനലിൽ നിന്ന് നേരിട്ട് മീറ്റർ വഴി അങ്ങോട്ട് എടുക്കുന്ന ഒരു സംവിധാനമാണെങ്കിൽ അവരെടുക്കുന്ന കറണ്ടിന് 2 രൂപ 80 പൈസ ഒക്കെയാണ് വില ഇട്ടിട്ട് ഇങ്ങോട്ട് തരും. അതേസമയം നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് ഈ നല്ല വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന സാധനത്തിന് സ്പെഷ്യൽ സാധനമാണ്, ക്വാളിറ്റി കൂടിയ കറണ്ട്. അപ്പൊ രാത്രി ആകുമ്പോഴത്തേക്കൊക്കെ യൂസ് ചെയ്തതിന് വേണ്ടി ഒരു 10 രൂപയൊക്കെ ചാർജ് ആവും. ഒരു 4 ഇരട്ടി ചാർജൊക്കെ നമ്മളോട് വാങ്ങും. അപ്പൊ ആ ഒരു സംവിധാനമാണ് ഇപ്പൊ നടക്കുന്നത്. ഇതിനൊരു ബദലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് ഒറ്റ ബദലേ ഉള്ളൂ. അന്യ സംസ്ഥാനങ്ങളിലെ പോലെ ഒരു സ്വകാര്യ സംരംഭനം കൂടെ ഇവിടെ കൊണ്ടുവരിക, എന്നിട്ട് അവന്റെ സേവനം കൂടെ ഇവിടെ പ്രായോഗികമാക്കുക. നമ്മൾ നോക്കിക്കോ, മറ്റു പല ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സ്വകാര്യ വൈദ്യുതി വിതരണക്കാരുണ്ട്. അല്ല, ഉണ്ടെന്ന് മാത്രമല്ല 5 മിനിറ്റ് കറണ്ട് പോയാല് ഉപഭോക്താവിന് അങ്ങോട്ട് പൈസ കൊടുക്കും. അതെല്ലാം ചെയ്തിട്ട് അവർക്ക് ലാഭമാണ്. അതെ, സ്വകാര്യ മേഖലയിൽ സംഭവം ശരിയാണ്. സ്വകാര്യ മേഖലയിൽ സർവീസ് നല്ല ക്വാളിറ്റി ആയിരിക്കും. എന്ന് പറഞ്ഞാല് സാർമാരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വരികയല്ലോ, വരണേ വലിയ പാട്. ഇത് അവിടെ പോയിട്ടുണ്ട്, ഇവിടെ പോയിട്ടുണ്ട്, ഇത് നിങ്ങളുടെ മാത്രമേ ഉള്ളോ, ഫോൺ എടുക്കാതെ മാറ്റി വെക്കുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ 8ാം ക്ലാസ് മുസ്തിയായിട്ടുള്ളവന്മാരാണ് ഇവിടെ ഈ സബ് എഞ്ചിനീയർ, അതുപോലെ മറ്റേ ഏടുമുത്തസൈ എന്ന് പറഞ്ഞ പോലെ ഓവർസിയർ, 3ാം ക്ലാസ് 4ാം ക്ലാസ്സും ഒക്കെ ഉള്ള പഴയ പാർട്ടികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെയുള്ള സാഹചര്യങ്ങളുണ്ട്. അവർക്ക് 1.5-1.25 ലക്ഷം ഒക്കെ ശമ്പളമുള്ളൂ. അപ്പൊ അവർക്ക് കിട്ടണമെങ്കിൽ നമ്മളെ കുത്തിപ്പിഴിയണം. ഇല്ല, അവർക്ക് ശരിയാണ്. നമ്മളിപ്പോ ഈ സ്വകാര്യവൽക്കരണത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പൂട്ടിപ്പോവില്ലേ? അത് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ ഇതെല്ലാം സ്വകാര്യ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ കുഴപ്പമെന്താണെന്നറിയോ? ആദ്യം കുഴപ്പമില്ലാതെ അവർ
പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യും. ഇതെല്ലാം അവരുടെ കയ്യിൽ വന്നു കഴിയുമ്പോൾ പിന്നെ അവർക്ക് തോന്നിയ പോലെയായി. ഇന്ന് കിട്ടുന്ന ആ സേവനം പോലും നമുക്ക് കിട്ടാത്തൊരവസ്ഥ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സാറേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ KSEB, KSRTC, ബിവറേജ് കോർപ്പറേഷൻ, ഇതിലൊന്നും ലാഭവുമില്ല, ഒന്നുമില്ല. അതായത് 100 രൂപയ്ക്ക് മേടിക്കുന്ന മദ്യം 1500 വിറ്റിട്ടും ഈ ബിവറേജ് നഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ, കോടികളുടെ നഷ്ടത്തിൽ. ഈ KSRTC എന്ന് പറയുന്ന വെള്ളാന കുറേ ഉദ്യോഗസ്ഥരും കുറേ യൂണിയൻകാരും കൂടെ കൂടിയിട്ട് കട്ടും മുടിച്ചും നശിപ്പിച്ചും ഒരു 100 കോടി കാണാനില്ല ഈ ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു ഓഡിറ്റില്ല. ആ 100 കോടി എതിലേ പോയെന്ന് ചോദിക്കാനോ അന്വേഷിക്കാനോ അന്വേഷണം നടത്താനോ ഈ സർക്കാരും തയ്യാറല്ല. അപ്പം അത് പോയ വഴി അവർക്കും അറിയാം എങ്ങോട്ടാ പോയെന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. മദ്യത്തിൻ്റെ പേരിൽ 100 രൂപയ്ക്ക് ഇവിടെ അടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ മദ്യമൊക്കെ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി വിലയ്ക്കാണ് ഇവിടെ വിൽക്കുന്നത്. ക്വാളിറ്റി തീരെ കുറവ്. പാവപ്പെട്ടവൻ പണിയെടുത്താൽ വീട്ടിൽ കൊണ്ടുപോകാൻ പൈസയില്ല. ഇത് മുഴുവൻ കുടിച്ചിട്ടും അവന് പൂസാകുന്നില്ല. അത് ഈ സ്വകാര്യ മേഖല വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചൂഷണം വരുമെന്ന് പറഞ്ഞു. സർക്കാർ അതിനനുസരിച്ച് മെച്ചപ്പെട്ടില്ലെങ്കിൽ സ്വകാര്യ മേഖല കടന്നു വരുമെന്നേ. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സമൂഹത്തിലുള്ള വേറൊരു വലിയ വിഷയമുണ്ട്. നമ്മൾ പറഞ്ഞ വിഷയം കൂടാതെ വേറൊരു വലിയൊരു വിഷയമുണ്ട്. ഇന്ന് ഒരു 60-70 വയസ്സായ കാരണവന്മാരുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. കാരണം മക്കളെല്ലാം പലരും വിദ്യാഭ്യാസം നേടി അവർ മറ്റേ വിദേശ രാജ്യങ്ങളിലേക്ക് പറഞ്ഞു അവരവിടെ പോയിട്ട് അവിടെ സെറ്റിലാകുകയാണ്. ഇവരെ എവിടെയെങ്കിലും അനാഥമന്ദിരത്തിലേക്ക് തള്ളുന്ന ഒരു അവസ്ഥ. ഇതിനൊരു പരിഹാരം പുതിയ തലമുറയിൽ വിദ്യാഭ്യാസമുള്ള പിള്ളേർ എല്ലാം യൂറോപ്പിൽ കുടിയേറുവാണ്. കാരണം എന്നാ, ഇവിടെ ജോലിയില്ല. ഇവിടെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലിയില്ല എന്ന് പറയുന്നത്, ജോലി ഇഷ്ടം പോലെ അന്യസംസ്ഥാനക്കാർ ലക്ഷക്കണക്കിന് ഇവിടെ 13 ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഇവിടെ സ്ഥിരതാമസത്തിന്റെ പേരിൽ വോട്ട് ഇത് കൂടാക്കി. ഓഷ് പറയുന്നത് ഞാൻ ഒരിക്കലും യോജിക്കല. കാരണം ഇവര് പോകുന്നത് ജോലിയില്ലായിട്ടല്ല, കൂടുതൽ പണം സമ്പാദിക്കാൻ വേണ്ടി അവർ പോകുന്നത്. സർക്കാർ ജോലി കൊടുക്കുന്നുണ്ടോ? അല്ല സാറേ, നമ്മുടെ ആൾക്കാരെ മലയാളികൾ ചെന്നേ പണിയില്ല, അവർക്ക് പണി കൊടുക്കുകയല്ലോ. ബംഗാളിക്ക് എവിടെയാ പണി ഇല്ലാത്തത്? ഇഷ്ടം പോലെ ബംഗാളികൾക്ക് പണി കൊടുക്കും, നമ്മുടെ ആൾക്കാർക്ക് പണി കൊടുക്കുകയല്ല എന്ന് പറയുന്നു. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ ബംഗാളിക്ക് പണിയുണ്ടെന്ന് പറഞ്ഞാൽ എന്നറിയോ, അവൻ സമയത്ത് 8 മണിക്ക് എല്ലാം പറഞ്ഞാൽ കൃത്യം 8 മണിക്ക് അവൻ പണി തുടങ്ങും. വൈകുന്നേരം 5 മണിക്ക് അവൻ നിർത്തുള്ളൂ. നമ്മുടെ ചില ടീമുകൾ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ 8 മണി എന്ന് പറഞ്ഞാൽ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങണേ 8 മണി, 9 മണിയാകുമ്പോഴത്തേക്ക് അവിടെ ചെന്നു. വലിക്കുന്നവനാണെ 2 വലിച്ചു, മുറുക്കുന്നവനാണെ 1 മുറുക്കി. അതെല്ലാം ഉണ്ട്. അപ്പം സമയത്ത് ഒരു പണി തീരുകയല്ല. ഒരു 2 ദിവസം കൊണ്ട് തീരേണ്ട പണി 5 ദിവസം കൊണ്ട് തീർത്താലല്ലേ 5000 രൂപ മേടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ടീമിന്റെ ഒരു പ്രശ്നം. പക്ഷേ അഭ്യസ്തവിദ്യരായ നല്ല തലയ്ക്ക് അകത്ത് മൂളയുള്ള പിള്ളേരെല്ലാം പുറത്തേക്ക് പോകുന്നത് എന്നാണെന്നറിയോ, ഇവിടെ സർക്കാർ ജോലി കിട്ടില്ല. കാരണം ഇതെല്ലാം രാഷ്ട്രീയക്കാരുടെയും പിൻവാതിൽ നിയമനവും പല കാരണങ്ങളാൽ ആ ജോലിക്ക് ഇവർ അർഹരല്ല എന്ന് വരും. ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവനല്ല ഇതിന്റെ തലപ്പത്ത് കയറും പുറകിലൂടെ. അതാണ് അവസ്ഥ. അല്ല സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളിങ്ങനെ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമുക്കടുത്ത ഫണ്ടിനുള്ള കാര്യം അതിപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് അനുജനം വീണ്ടും കുഴിക്കുക, അങ്ങനെ ഫണ്ട് കത്തുക, അല്ലാണ്ട് വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നു. എന്താ ഇവിടെ അഭിപ്രായം എന്ന് പറയാം. സ്ഥിരം തരുന്ന ഒരു 10 പേരോളമാണ് നമുക്ക് സ്ഥിരമായിട്ടൊരു സഹായം തരുന്നത്. അപ്പം നമുക്കിപ്പോൾ 56 പേർക്ക് കൊടുക്കാനുള്ളത് എങ്ങനെ തരുമെന്ന് അറിയത്തില്ല. നമ്മൾ ഓരോരുത്തരായിട്ട് കണ്ടു നോക്കാം. ഓരോ രോഗികളെങ്കിലും ഓരോരുത്തർ സ്പോൺസർ ചെയ്താൽ ആശുപത്രിയിൽ ഡിസ്ചാർജ് ആക്കി കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ചെയ്യുമെങ്കിൽ അവരുടെയൊക്കെ കാരുണ്യം കൊണ്ട് നമ്മളുടെ പരിപാടികൾ ഇതുവരെ നന്നായിട്ട് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ വളരെ വിശ്വസ്തമായി ഇതുവരെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ക്ലബിന് അതൊരു ക്രെഡിറ്റ് ആണ് താനും. എന്തായാലും പ്രസിഡന്റ് നമുക്ക് ഒരുമിച്ച് പോകാനുള്ള അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഇറങ്ങിയാലോ? ലക്ഷങ്ങൾ വെറും വാക്കല്ല. 10 ലക്ഷം വ്യൂവേഴ്സുമായി ചെറുപുഴ വാർത്ത. മലയോര മേഖലയിലെ സമഗ്ര വാർത്തകളുമായി ആദ്യ ഓൺലൈൻ ചാനൽ ജനഹൃദയങ്ങളിൽ. ചെറുപുഴ വാർത്ത, നേരിന്റെ നാവ് നിശബ്ദമാകില്ല.